അസ്സലാമു അലൈക്കും. എന്റെ പേര് സിദ്ദീഖ് കൊണ്ടോട്ടി. ഞാൻ ഒരു SKSF പ്രവർത്തകനായിരുന്നു. ഇപ്പൊ ഞാൻ SKSF പ്രവർത്തനത്തിലൊന്നുമില്ല. ഒരു ലീഗുകാരനായിരുന്നു. ഇപ്പൊ ഞാൻ ലീഗുമല്ല. ലീഗും SKSF ആവാതിരിക്കാനുള്ള കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ മണ്ണാർക്കാട് ഇലക്ഷനിൽ മഹാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് എഴുതി വിട്ടിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിമർശിച്ചു. അള്ളാഹു തആല എനിക്ക് പുറത്തേറ്റ എന്റെ ബുദ്ധിമോശം കൊണ്ട് വന്നതാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നതിന്റെ ഗൗരവമായ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ മഹാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഈ അബൂബക്കർ മുസ്ലിയാരുടെ കോലം ഉണ്ടാക്കിക്കൊണ്ട് ലീഗിന്റെ പ്രവർത്തകന്മാർ, ആ ലീഗിന്റെ പ്രവർത്തകന്മാരിലുള്ളത് സമസ്തയുടെ ആളുകൾ തന്നെയാണ്. സമസ്തയുടെ ആളുകളായ SKSFന്റെ ആളുകൾ തന്നെയാണ് ലീഗിലുള്ളതും. അവർ തന്നെയാണ് ഈ കോലങ്ങൾ ഉണ്ടാക്കിയതും AP അബൂബക്കർ മുസ്ലിയാരുടെ കോലം കത്തിച്ചതും. കത്തിക്കുക മാത്രമല്ല, AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കോലം ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു ബോഡി ലെവലിൽ ഉണ്ടാക്കിയിട്ട് ഉസ്താദിന്റെ ഫോട്ടോ അതിന്റെ തലപ്പത്ത് പൊട്ടിച്ചു വെച്ചിട്ട് ഇതുമായിട്ട് പ്രകടനം നടത്തുമ്പോൾ ഈ പ്രകടനത്തിലൂടെ AP അബൂബക്കർ മുസ്ലിയാരെ തെറി വിളിച്ചും ആക്ഷേപിച്ചും പലതും പറഞ്ഞുകൊണ്ട് നടു റോട്ടിൽ കൊണ്ടുപോയി വെച്ച് ചുറ്റോട് ചുറ്റും ലീഗിന്റെ പ്രവർത്തകന്മാർ നിന്നു എന്ന് മാത്രമല്ല, ഈ പ്രവർത്തകന്മാർ നിന്നുകൊണ്ട് AP ഉസ്താദിന്റെ കോലത്തിന്റെ മുന്നിൽ ഒരുത്തൻ ഇരുന്ന്, ഞാൻ ഇത് ഫേസ്ബുക്കിലൂടെ കണ്ടപ്പം എന്റെ നെഞ്ഞു പിടച്ചുപോയി. ഞങ്ങൾ SKSF എന്നുള്ള പ്രവർത്തനത്തിലൂടെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്, അള്ളാഹു തആല പൊറുക്കട്ടെ. ഇത് കണ്ടപ്പം ഞാൻ അങ്ങനെ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കില്ല. ഒരു ഹൈന്ദവ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കാഫിറായ ഒരു അമുസ്ലിമായ ഒരു സുഹൃത്ത് പോലും ചെയ്യാൻ അത്രക്കും ചെയ്യാൻ മടിക്കുന്ന കാര്യം, അതായത് ഒരു മുസ്ലിം വിരോധി ചെയ്യുന്നതിനേക്കാളും അപ്പുറത്താണ് ഇന്ന് ഈ കഴിഞ്ഞ മണ്ണാർക്കാട് പ്രകടനത്തിൽ, മുസ്ലിം ലീഗിന്റെ ആവേശ പ്രകടനത്തിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കോലം നടു റോട്ടിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി AP നിന്നോട് ഞാൻ അങ്ങോട്ട് പോവല്ലേ, തോൽക്ക, അതായത് സംസുവിന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ചെരുപ്പെടുത്തുകൊണ്ട് AP അബൂബക്കർ മുസ്ലിയാരുടെ കോലത്തിന്റെ മുകളിൽ അടിക്കുകയും ചവിട്ടുകയും കുത്തുകയും മേലെ കയറി നിന്ന് ഡാൻസ് കളിക്കുകയും ചെയ്തൊരു സമൂഹം നമ്മളുടെ കേരളത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു SSF പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്ന് കേരള നാട്ടിൽ അതായത് ഒരു മുസ്ലിം, അതായത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന പാത, ആ പാതയിലൂടെ ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇന്ന് SSF, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പാർട്ടി ആണ് എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് ആദ്യമേ അറിയാം. പക്ഷേ ഈ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന അതിൽ ഞാൻ SK ആയതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ചില പ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ ഒരു SSFന്റെ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ്. അള്ളാഹു തആല എനിക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, SSFന്റെ ഈ പ്രവർത്തനത്തിൽ ഒരു ദീനീ ചിട്ടയായ പ്രവർത്തനമാണ് SKSF സമസ്ത അവരുടെ ആളുകൾ പറയുന്നതിൽ നമ്മൾ ഒന്ന് ആലോചിക്കണം. SSFന്റെ പ്രവർത്തനം 5 നേരം നമസ്കരിക്കാൻ ഒരുവിധം നമ്മൾ തയ്യാറാവുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് സുന്നത്താക്കപ്പെട്ട തൊപ്പി, തലയിൽ ഏതു നേരം തൊപ്പിയുള്ള ഒരു മുസ്ലിം സുഹൃത്തുക്കൾ, ഒരു മുസ്ലിമിനെ പോലെ നടക്കുന്ന ഒരു വ്യക്തികൾ ഇന്ന് SSFിലാണുള്ളത്. തലയെക്കെട്ടും അതേമാതിരി തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇസ്ലാമിക ചിട്ട, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ചിട്ടയിലൂടെ ഏകദേശം നടക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു സംഘടന അത് SSF മാത്രമുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. SKSFന്റെ പ്രവർത്തനത്തിൽ അതിൽ പഴയകാല സമസ്ത ആളുകൾ, അതായത് ശംസുൽ കന്നിയത്തൊക്കെ ഉണ്ട്. അവരുടെ അതേ ഒരു ചര്യയിലൂടെ അവർ പറഞ്ഞ ലെവലിലൂടെ അല്ല ഇന്നത്തെ യുവതലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇക്കഴിഞ്ഞ ഈ പ്രകടനത്തിലും ഇതുപോലെയുള്ള സമസ്തയെ എതിർക്കുന്നതിലും അതേപോലെ തന്നെ ഈ ലീഗിന്റെ പ്രകടനത്തിലെല്ലാം എനിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ SSF പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ എന്റെ മനസ്സ് എന്നോട് പറയുകയായിരുന്നു. എന്തുകൊണ്ട് എന്നോട് എന്റെ മനസ്സ് പറയുന്നത് എന്താ, നീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ എന്തൊക്കെയോ നീ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? SKSFിൽ നിൽക്കുന്ന സമയത്ത്, അതേമാതിരി ലീഗിൽ നിൽക്കുന്ന സമയത്ത് കാന്തപുരം ഉസ്താദിനെ എന്തൊക്കെയോ എതിർത്ത് പല ഭാഷകളിലൂടെയും സംസാരിച്ചു, പല ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും പല കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ദിക്റിലും ദുആയിലും അതേപോലെ തന്നെ ഖുർആനും ഓതിക്കൊണ്ടിരിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് എനിക്കങ്ങനെ പറയാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് സാധിച്ചുപോയി. അതിൽ ഞാൻ വളരെ വിഷമം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല,
എനിക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അത്ര മഹത്വമോ അത്ര അറിവോ ഒന്നുമില്ല. AP അബൂബക്കർ മുസ്ലിയാർ നേരവും ദിക്റിലും നിസ്കാരത്തിലും ഖുർആനിലുമായി കൈയാണ്. നമ്മൾ ഏത് നേരം വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി കൈയാണ്. പക്ഷേ നമ്മൾ ഈ ഉള്ള കാലം, ജീവിതകാലം, നമുക്ക് ഇവിടെ അള്ളാഹു തആല തന്ന ഈ ജീവിതകാലം നമ്മൾ AP അബൂബക്കർ മുസ്ലിയാറിനെ കുറ്റം പറഞ്ഞ് നടന്നാൽ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം SSF പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ SSF പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതേമാതിരി ലീഗുകാർ, SKSSFുകാർ എന്നെ എതിർക്കും. നീ എന്തിനാണ് SSFൽ പോയത്, എന്തിനാ SSFന്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന് അവർ പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കും. ആ തെറികൾ എനിക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ SSFൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എനിക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പാവപ്പെട്ട സിദ്ദീഖിനെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല